ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇറ്റ്സ് മി അഫ്രീദ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ SH കോളേജിൻ്റെ മെറിറ്റിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. താല്പര്യമുള്ളവർ SH കോളേജിൻ്റെ സൈറ്റിൽ പോയിട്ട് മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ 2024-25 എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ പോലെ മുകളിലൂടെ പോകുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ UG PG അഡ്മിഷനിലേക്ക് 2024 അഡ്മിഷനിലേക്കുള്ള പേജിലേക്ക് എത്തും. അവിടെ ഹോസ്റ്റൽ വേണമെങ്കിൽ ഹോസ്റ്റലിൽ ബുക്കിംഗ് എൻക്വയറീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവരുടെ കോഴ്സസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ UG കോഴ്സസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. 4 വർഷത്തെ കോഴ്സാണ് ഈ വർഷം മുതലുള്ളത്. ഹോണേഴ്സാണ്. BSc BA BCom BCA ഹോണേഴ്സാണ് 4 വർഷത്തെ കോഴ്സുകൾ. പിന്നെ UG PG അഡ്മിഷൻസിൻ്റെ ലിങ്കുകൾ അതിന് തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. UG അഡ്മിഷൻ ചെയ്യുന്നതെങ്കിൽ UG അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക. PG അഡ്മിഷൻ PG അഡ്മിഷൻ. ഞങ്ങളിപ്പോൾ UG അഡ്മിഷൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. UG അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയും, അലേർട്ടൊക്കെ തരും. അൺഓതറൈസ് ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക്, അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ പറഞ്ഞിട്ട് അലേർട്ടൊക്കെ തരും. പിന്നെ അങ്ങനെ ഇവരിപ്പോൾ പ്രോസ്പെക്ടസ് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പ്രോസ്പെക്ടസ് അപ്ഡേറ്റഡ് സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സും പിന്നെ റിക്വയർമെൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യണത്. പിന്നെ ആദ്യം തന്നെ പ്രോസ്പെക്ടസ് അവൈലബിൾ ആകുമ്പോൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇമെയിൽ ID വേണം. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും വേണം, ഫോൺ നമ്പറും വേണം. വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ ഇമെയിൽ IDയും വേണം. പിന്നെ ഇവർ കോണ്ടാക്ട് ചെയ്യണത് SMS ഇമെയിൽ IDയും ത്രൂ ഒക്കെയാണ്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് വെച്ചാൽ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് നല്ല ക്ലാരിറ്റിയിൽ ഉള്ള 6 മാസത്തിൽ കാലാവധിയിൽ ഉള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. എന്ന് വെച്ചാൽ 6 മാസത്തിന് മുമ്പ് എടുത്തത്, മിനിമം 6 മാസത്തിന് മുമ്പെങ്കിലും എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അത് കഴിഞ്ഞിട്ടുള്ള അത്ര യൂസ് ചെയ്യേണ്ട, അങ്ങനെ ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 60 GB ആണ് മിനിമം ഇത് സൈസ് പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ 60 GB കഴിഞ്ഞിട്ട് പോകാൻ പാടില്ല. പിന്നെ മറ്റ് റിസർവേഷൻസ് NSS NCC സ്പോർട്സാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കുക. ബോണസ് മാർക്ക് പോലെ ഇതിലൂടെ അഡ്മിഷന് ഉപകാരപ്പെടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് താഴത്ത് ആദ്യം തന്നെ അപ്ലൈ നൗ ആപ്ലിക്കേഷൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിൽക്കേണ്ട ആദ്യം തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് നിൽക്കേണ്ടത്. അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ് നിൽക്കാൻ നേരത്ത് ആദ്യം തന്നെ പേര് കൊടുക്കാനും UG അഡ്മിഷനും പിന്നെ പേര് കൊടുക്കാനും ജെൻഡർ സെലക്ട് ചെയ്യാനൊക്കെ വരും. നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന ആളുടെ പേര് കൊടുക്കുക. SLC ബുക്കിലുള്ള രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജെൻഡർ സെലക്ട് ചെയ്യുക. ജെൻഡർ സെലക്ട് ചെയ്തതിന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഏജും കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഏജ് വന്നോളും. പിന്നെ ഫോൺ നമ്പർ, വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും കൊടുത്ത് രജിസ്റ്റർ നിൽക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഇമെയിൽ IDയും പിന്നെ നിങ്ങൾക്കൊരു പാസ്വേഡും കിട്ടും. ഒന്നല്ലെങ്കിൽ മെയിൽ ത്രൂ ആയിരിക്കും അത് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ മെയിൽ ത്രൂ തന്നെ ലിങ്ക് പോലെയൊക്കെ വരുമായിരിക്കും. നിങ്ങളുടെ മെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ കിട്ടിയേക്കണ മെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ ലോഗിനിലേക്ക് തിരിച്ചു വരെ ബാക്ക് അടിച്ചിട്ട് ആപ്ലിക്കേഷൻ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ അവിടെ യൂസർ നെയിം പാസ്വേഡൊന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ +2 റിസൾട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. സർട്ടിഫിക്കറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ CBSE പോലുള്ള ബാക്കിയുള്ള ഇത് നമ്മുടെ ഇപ്പോൾ കേരള ഹയർ സെക്കൻഡറിന് മാത്രം വന്നിട്ടുള്ളൂ. വേറെ CBSE അതുപോലെ ICC പോലുള്ള വേറെ ഇത് വിഭാഗത്തിൽ തന്നെ നമ്മുടെ +1 +2 ഇത് റിസൾട്ടുകളൊക്കെ വരാനുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും പേടിക്കണ്ട. ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ്റെ കാര്യത്തിൽ അങ്ങനെ വരാനുള്ള ആൾക്കാർ വെറുതെ ഇപ്പോൾ അപ്ലൈ നൗ മാത്രം ചെയ്തിട്ട് അപ്ലൈ ഓൺലൈൻ മാത്രം ചെയ്തിട്ട് അങ്ങനെ റിസൾട്ടൊക്കെ വരാൻ നേരത്ത് മാർക്ക് എൻ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോസ്പെക്ടസും ലാസ്റ്റ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പ്രോസ്പെക്ടസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതുവരെ നോക്കുക. പിന്നെ വെറുതെ അപ്ലൈ ചെയ്യാനുള്ള ആൾക്കാർ അപ്ലൈ നോക്കിയിട്ട് ആദ്യം തന്നെ ഇതേപോലെ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് ഇമെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഇമെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. ലോഗിൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ആ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട്
നിങ്ങൾ അവിടെ നിർത്തുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് വരാൻ നിർത്തുക. എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിർത്തുക, റിസൾട്ടൊക്കെ വരാൻ നിർത്തുക. സർട്ടിഫിക്കറ്റ് അല്ല, റിസൾട്ട് വരാൻ നിർത്തുക. റിസൾട്ട് വരാൻ നിർത്തി നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ റിസൾട്ട് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മാർക്കിന് ഒരു ചെറിയ പെർസെൻറ്റേജ് പോലും ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. കറക്റ്റ് മാർക്ക് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകാതെ അഡ്മിഷൻ ക്യാൻസലായി പോകാനായിട്ട്. പിന്നെ മാനേജ്മെൻറ്റ് കോട്ട വഴിയുള്ള ആൾക്കാരും ഓൺലൈൻ ആപ്ലിക്കേഷൻ അഡ്മിഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അഡ്മിഷന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് കോട്ടകൾ എന്ന് വെച്ചാൽ കൾച്ചറൽ സ്പോർട്സ് കോട്ടകൾ വഴി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടായിട്ടും അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് കോളേജ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, പിന്നെ ഇതിന് രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ട്. അത് SC STക്ക് ആണെങ്കിൽ 50, അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ 30. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴും ഈ വെബ്സൈറ്റിലേക്ക് ചെക്ക് ചെയ്തും കൊടുക്കണം അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ കൊടുക്കാനായിട്ട്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാകുന്നൊക്കെ എപ്പോഴും നോക്കിയിട്ടൊക്കെ വേണം കൊടുക്കാം. പിന്നെ ആപ്ലിക്കേഷൻ ഫണ്ട് റീഫണ്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈനൽ സബ്മിഷൻ നിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റൊക്കെ കൊടുത്തോന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാർക്ക് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ടാകുന്ന ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്തിട്ട് വേണം ഫൈനൽ സബ്മിഷൻ കൊടുക്കാനായിട്ട്. അങ്ങനെ മാർക്ക് ലിസ്റ്റൊക്കെ വന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. പിന്നെ +2ൻ്റെ മാർക്ക് ലിസ്റ്റൊന്നും വരാത്ത ആൾക്കാരത് വന്നതിന് ശേഷം മാത്രം കൊടുത്താൽ മതി. ഇപ്പം എല്ലാവരും അപ്ലൈ ഓൺലൈൻ കയറി നോക്കിയിട്ട് വെറുതെ രജിസ്റ്റർ ചെയ്തിടാം. MG യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ SH കോളേജ്, MG യൂണിവേഴ്സിറ്റിൻ്റെ SH കോളേജ്, സെൻറ്റ് ആൽബർട്ട്സ്, പിന്നെ MA കോളേജ് പോലുള്ള കോളേജുകളാണ് MG യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നടത്തുന്നതിന് മുമ്പ് ഈ 3 കോളേജുകളാണ് നടത്തുന്നത്. SH കോളേജിൽ അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തോളൂ. പിന്നെ ഞങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അന്നേരം ഉണ്ടാവും. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അത്രയുള്ളൂ. അങ്ങനെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ട് എപ്പോഴും നോട്ട് ചെയ്യുക. നിങ്ങളുടെ PDF ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന നോക്കുക, ഫൈനൽ സബ്മിഷൻ ചെയ്ത് എന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പോയി പ്രിൻ്റ് എടുത്ത് വെക്കുക. സോഫ്റ്റ് കോപ്പി സൂക്ഷിച്ച് വെച്ചാലും മതി. അങ്ങനെ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ അഡ്മിഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. പിന്നെ എപ്പോഴും ഡീറ്റെയിൽസ് കൊടുക്കാൻ നേരത്ത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും എൻക്വയറീസിനൊക്കെ വേണമെങ്കിൽ ഈ കോളേജിൽ തന്നെ നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട്, എൻക്വയറി നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എയ്ഡഡ് കോഴ്സസിന് വേണ്ടിയിട്ട് ഒരു നമ്പർ, അൺഎയ്ഡഡ് കോഴ്സസിന് വേണ്ടിയിട്ട് വേറെ നമ്പർ തന്നെ. ഇപ്പോൾ BSc നോക്കാം, BScയിലേക്ക് ഇരുന്ന ഈ തന്നെ കണ്ട എയ്ഡഡായിട്ട് ഇവിടെ ഏതൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. എയ്ഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു അഡ്മിഷൻ ഫീ പോലെ ഒരു ചെറിയൊരു കാശ് കൊടുത്ത് മാത്രം കയറാനാണ് എയ്ഡഡ്. സെൽഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സിന് ഫുൾ എമൗണ്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ബിൽഡിങ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ വേറെ ബിൽഡിങ്ങിലായിരിക്കും സെൽഫിലാണെങ്കിൽ പഠിക്കുന്നത്. അങ്ങനെ ചെറിയ വല്ല വ്യത്യാസമൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ എയ്ഡഡായിട്ട് BSc ഹോണേഴ്സിന് കൊടുക്കണം 4 വർഷത്തെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc ബോട്ടണി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, സുവോളജി. പിന്നെ സെൽഫായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് BSc. പിന്നെ എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ് ഉണ്ട്. BSc എക്കണോമിക്കും മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്. പിന്നെ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ എഴുതി കാണിക്കും. ഓക്കെ, കാര്യങ്ങളൊക്കെ കാണിക്കും. 48 സീറ്റേഴ്സാണ് അവൈലബിൾ. പിന്നെ സീറ്റ്സിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുപോലെ ഓരോ കോഴ്സിന് മുകളിലും ക്ലിക്ക് ചെയ്യാൻ നേരത്ത് എത്ര സീറ്റ്സ് അവിടെ ഉണ്ട്. 48 സീറ്റ്സാണ് BSc സുവോളജിക്കും പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിനൊക്കെ ഉള്ളത്. അതുപോലെ ഒട്ടുമിക്കതിൻ്റെ സീറ്റ്സ് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സസിനൊക്കെ അപ്ലൈ ചെയ്യുക, താല്പര്യമുള്ള കോഴ്സസിന് അപ്ലൈ ചെയ്യുക, എന്നാലേ കിട്ടുള്ളൂ. കാരണം കണ്ട സീറ്റ്സ് 40, 48 അത്രയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ മാക്സിമം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഇഷ്ടമുള്ള കോഴ്സ് മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ കോഴ്സും നിൽക്കാൻ നേരത്ത് അതാത് കോഴ്സുകളുടെ മുകളിൽ അതിൻ്റെ എൻക്വയറി നമ്പർ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ BCom ഹോണേഴ്സ് കയറുന്നൊക്കെ കണ്ട എൻക്വയറി നമ്പർ ഉണ്ട്. BCom ആഡ് ഓൺ കോഴ്സസിനെ പറ്റിയിട്ട് അറിയാനായിട്ട്. പിന്നെ ഇവർ ആഡ് ഓൺ കോഴ്സസും കൊടുക്കുന്നുണ്ട്, അത് പറയാൻ മറന്നതാണ്. ഇത് നമ്മുടെ BScയുടെ ഒക്കെ
ഇതിൽ പോയി കഴിഞ്ഞാൽ അതിൽ ആഡ് ഓൺ കോഴ്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഉണ്ടാവും. BSc ഇപ്പോൾ ആഡ് ഓൺ കോഴ്സ് കൊടുക്കണില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ BCOMന് പക്ഷേ ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. എയ്ഡഡ് BCOMിലാക്കണ BCOM ഫൈനാൻസ് ആൻഡ് ടാക്സും സെൽഫിൽ ഫൈനാൻസും ടാക്സും തന്നെ ഉണ്ട്. സെൽഫും കണ്ട ഞാൻ പറയാം ചെറിയ എന്തെങ്കിലും ബിൽഡിങ്ങിന് വ്യത്യാസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ പഠിപ്പിക്കുന്ന സെയിം ടീച്ചേഴ്സ് തന്നെയായിരിക്കും. അതേപോലെ മറ്റ് കോഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ BCOMിലെ ആഡ് ഓൺ കോഴ്സ് ആയിട്ട് വന്നത് 3 CMA, ACCA, CPA. ഈ 3 കോഴ്സും അതിൻ്റെ എൻക്വയറിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുക. ഇതുപോലെ തന്നെ ഈ സൈറ്റിൽ അവരുടെ ഓഫീസിനും കോളേജിനും കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള മറ്റ് നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻക്വയറി വേണമെങ്കിൽ ഡയറക്റ്റ് അതിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അഡ്മിഷൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അവർ അഡ്മിഷൻ പ്രോസ്പെക്റ്റസ് തരും. പ്രോസ്പെക്റ്റസ് അപ്ലോഡ് ചെയ്യും. പ്രോസ്പെക്റ്റസ് അപ്ലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ അത് നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളെല്ലാവരും അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പേരിപ്പോൾ SLC ബുക്കിലുള്ള മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിടാം. അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ഫോട്ടോസൊക്കെ കൊടുക്കാൻ നേരത്ത് വീണ്ടും ശ്രദ്ധിക്കുക, 60 GB പാടുള്ളൂ. മിനിമം അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം. പിന്നെ ഇമെയിൽ IDയും ഫോൺ നമ്പറും വാലിഡ് ആയിട്ടുള്ള അതിനെ കൊടുക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ എൻക്വയറി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഫോൺ നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റും കമ്മ്യൂണിക്കേഷൻ കോഴ്സസിനെ പറ്റിയിട്ടൊക്കെ അറിയാനാണെങ്കിലും പിന്നെ ഇത് മാനേജ്മെൻറ്റ് കോട്ടയും എയ്ഡഡിനെയൊക്കെ പറ്റിയിട്ടൊക്കെ അറിയാനായിട്ടുള്ള എൻക്വയറി നമ്പേഴ്സൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് കോട്ട വഴി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ദോസ് ഹു സീക്ക് അഡ്മിഷൻ അണ്ടർ മാനേജ്മെൻറ്റ് കോട്ട ഷുഡ് അപ്ലൈ ഓൺലൈൻ ത്രൂ അഡ്മിഷൻ പോർട്ടൽ. എന്ന് വെച്ചാൽ അവരുടെ അഡ്മിഷൻ പോർട്ടൽ വഴി മാനേജ്മെൻറ്റ് കോട്ട ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അഡ്മിഷൻ ഈ വെബ്സൈറ്റ് ത്രൂ അഡ്മിഷൻ അവർ അപ്ലൈ ചെയ്യണമെന്നാണ് പറയണത്. മാനേജ്മെൻറ്റ് കോട്ട വഴിയാണ് എടുക്കണമെങ്കിലും വെബ്സൈറ്റ് വഴി അവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. SH കോളേജ് അവരുടെ ഈ വെബ്സൈറ്റിലൂടെയാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ SH കോളേജ് ഓട്ടോണമസ് ആയതാണ് അവർ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റിലൂടെ നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ MA കോളേജും ഓട്ടോണമസ് ആണ്. അതേപോലെ തന്നെ മഹാരാജാസ് ഓട്ടോണമസ് ആണ്. മഹാരാജാസിൻ്റെ തുടങ്ങിയിട്ടില്ല. പിന്നെ സെൻറ്റ് ആൽബർട്ട്സ് ഒക്കെ ഓട്ടോണമസ് ആണ്. ഇതുപോലെ ഓട്ടോണമസ് കോളേജുകൾ അവരവരുടെ വെബ്സൈറ്റ് വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. അത് അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ സെപ്പറേറ്റ് ഓട്ടോണമസ് കോളേജ് എന്താ, അഫിലിയേറ്റഡ് കോളേജ് എന്താണെന്നുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം MG യൂണിവേഴ്സിറ്റിൻ്റെ തുടങ്ങിയിട്ടില്ല അഡ്മിഷന്. ഇപ്പോൾ ഓട്ടോണമസ് കോളേജായിട്ടുള്ള SH കോളേജും പിന്നെ MA കോളേജൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ SH കോളേജിൻ്റെ വീഡിയോ ആണ് ഇത്. MA കോളേജിൻ്റെയൊക്കെ ഇതിൻ്റെ പുറകിൽ വരും, എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷന് ഈ വർഷം ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇങ്ങനെ മറ്റ് എൻട്രൻസ് അപ്ഡേറ്റ്സിനും കീമിനീറ്റ് അങ്ങനെയുള്ള എൻട്രൻസ് അപ്ഡേറ്റ്സിനും പിന്നെ നമ്മുടെ ഈ ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യമായിട്ടുള്ള ന്യൂസിനും എല്ലാത്തിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. മറ്റു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.